LDF സർക്കാരിന്റേത് നയമില്ലാത്ത നയപ്രഖ്യാപനമെന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന വാദം മുൻ ധനമന്ത്രി KM മാണി തള്ളി. UDF ഗവൺമെന്റ് അധികാരമൊഴിയുമ്പോൾ 1643 കോടി രൂപ മിച്ചമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരമല്ലെന്നും KM മാണി പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ പുതുമയൊന്നുമില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നയമില്ലാത്ത ഒരു നയപ്രസംഗമാണ് ഗവർണറെ കൊണ്ട് ഗവൺമെന്റ് പറയിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തെ ലാക്കാക്കിക്കൊണ്ടുള്ള ഒരു ദിശാബോധം നൽകാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം പരിശോധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യം. ജനങ്ങളെ ബാധിക്കുന്ന വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഫലപ്രദമായ ഇടപെടലുകൾ സർക്കാർ നടത്തും എന്നുള്ളതിൻ്റെ സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സംസ്ഥാനം ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ് തന്നെ ആയിരിക്കും. ഒരു മാസം കൊണ്ട് സാമ്പത്തിക നില താറുമാറാക്കി എന്നുള്ളത് വേണം വിചാരിക്കാൻ. കാരണം UDF ഗവൺമെൻറ് പോകുമ്പോൾ 1643 കോടി രൂപ മിച്ചം വെച്ചിട്ടാണ് പോയത്. ട്രഷറിയിൽ ക്യാഷ് ബാലൻസ് 1643 കോടി രൂപ ഇവരെ ഏൽപ്പിച്ചു. ഇപ്പോൾ ഒരു മാസമേ അയാൾ ഈ ഗവൺമെൻറ് വന്നിട്ട് നയപ്രഖ്യാപനത്തിൽ പറയുന്നു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന് കാരണമെന്ന് ഗവൺമെൻറ് ഫർദറായിട്ട് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, മദ്യനയത്തിൽ ഒരു വ്യത്യാസം ഉണ്ട്. മദ്യനയത്തിന് നല്ലൊരു മുഖവര പറഞ്ഞിട്ടുണ്ട്. ബാറുകൾ മറ്റു കാര്യങ്ങളൊക്കെ അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ആകപ്പാടെ നോക്കിയാൽ ഇത്രയധികം സമയമെടുക്കേണ്ട ഒരു കാര്യം ഇതിൽ ഉണ്ടായിരുന്നില്ല. അത്രയധികം കാര്യങ്ങൾ ഇതിലില്ല, പുതുതായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നത്.